ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈസി റെസിപ്പിയുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റുള്ള, ഏറ്റവും സോഫ്റ്റായിട്ടുള്ള, നല്ല സ്വീറ്റായിട്ടുള്ള ഒരു ഹൽവയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹൽവയാകുമ്പോൾ നമുക്കതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളതെന്നെല്ലാം നമുക്കറിയാം. നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിൽ പ്രായമുള്ള അച്ഛനമ്മമാർക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. ഭയങ്കര ടേസ്റ്റുള്ള ഹൽവയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോവും, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്കത് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്മുടെ ഈ ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഫ്ലവർ ഉപയോഗിച്ചിട്ടാണ്. മൈദ ഉപയോഗിച്ചും ആട്ട ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഹൽവ തയ്യാറാക്കാം. കോൺഫ്ലവർ കൊണ്ടുണ്ടാക്കുന്ന ഹൽവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിനായി ഞാൻ 1 കപ്പ് കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് കോൺഫ്ലവർ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഈ കോൺഫ്ലവർ എടുത്ത അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കാണൂ. അതിനടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോഴാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിലേക്ക് നമ്മൾ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് അത് അലിഞ്ഞു കിട്ടും, കട്ട പിടിക്കുകയൊന്നുമില്ല. കോൺഫ്ലവർ ആയതുകൊണ്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൽവ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രേയിൽ ഞാൻ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് നമുക്കതിലേക്ക് 2.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് കോൺഫ്ലവർ എടുത്ത സെയിം കപ്പിൽ തന്നെയാണ് പഞ്ചസാരയും എടുക്കുന്നത്. 2.5 കപ്പ് പഞ്ചസാരയ്ക്ക് 2.5 കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയാൽ മതി. അത് നൂൽപ്പരുമാവേണ്ട ആവശ്യമൊന്നുമില്ല. 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയട്ടെ. അതിനുശേഷം നമുക്കതിലേക്ക് 1 സ്പൂണ് നാരങ്ങ നീര് അപ്പോഴേക്കും തയ്യാറാക്കി വയ്ക്കാം. പഞ്ചസാര മുഴുവനും നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒന്നുകൂടി ഇളക്കി നമുക്ക് ഈ പഞ്ചസാര പാവിലേക്ക് അത് ഒഴിച്ച് കൊടുക്കാം. കോൺഫ്ലവർ ഒന്നുകൂടി ഞാനിവിടെ ഇളക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ അത് കട്ടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിൽ പാവിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കൈയെടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കോൺഫ്ലവർ ഇതിലിട്ട് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ നല്ലോണം ഇതിലത്തെ വെള്ളമൊക്കെ ഫുള്ളായി വറ്റി കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമാവും. ആ സമയത്താണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരു 5 മിനിറ്റൊക്കെ ഇളക്കുമ്പോൾ തന്നെ അത് കട്ടിയാവാൻ തുടങ്ങും. കുറേശ്ശെ ഏകദേശം കട്ടിയായിട്ട് വരുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഇനി അടുത്തതായി 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നെയ്യൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ഓറഞ്ച് കളറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ 1 ടീസ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവയുടെ കളറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഒന്നുകൂടി വെറ്റിച്ചെടുക്കണം. ഈ ഹൽവ തയ്യാറാക്കാൻ വളരെ ഈസിയാണെന്ന് തോന്നുന്നില്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അവരോടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതിൽ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ഒന്നുകൂടി കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നട്ട്സ് കൂടി ഞാനിവിടെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഗ്രൗണ്ട് നട്ടോ കാഷ്യൂ നട്ടോ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് പൊടിച്ച് വെച്ചാലും മതി. ഇതിലേക്ക് ഞാൻ നട്ട്സൊക്കെ കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ നന്നായിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കാഷ്യൂനട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബോക്സിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1/2 സ്പൂണ് നെയ്യ് കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 1.5 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഹൽവ നല്ല സൂപ്പറായിട്ടുണ്ട്. വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു.